എടപ്പള്ളിയിലെ പുതിയ പള്ളിയും പഴയ പള്ളിയും ഒന്ന് കണ്ടുവന്നാലോ? പെരുന്നാൾ ദിവസങ്ങളായതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് കയറുന്ന രണ്ട് വഴികളിലും നിറയെ കച്ചവടക്കാരാണ് കേട്ടോ. അതേപോലെ തന്നെ പഴയ പള്ളിയുടെ മുൻവശത്തു നിന്നും കപ്പേള വരെ അലങ്കരിച്ചിട്ടുണ്ട്. ഇന്ന് രൂപമിറങ്ങുന്ന ദിവസമായതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞങ്ങൾ നടന്ന് പള്ളിയുടെ അടുത്തേക്ക് എത്തി. പള്ളിയുടെ ഉൾഭാഗം ഒന്ന് കാണാം നമുക്ക്. രണ്ട് വിശുദ്ധന്മാരുടെ രൂപം അൾത്താരയിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ഗീവർഗീസ് സഹദായുടെയും ഒന്ന് സെബസ്ത്യാനോസ് സഹദായുടെയും രൂപം അൾത്താരയിലുണ്ട്. അൾത്താര കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. പഴയ പള്ളിയുടെ അൾത്താരയുണ്ടോ അത്? എൻ്റെ അപ്പച്ചൻ്റെ അമ്മ പറഞ്ഞു കേട്ടതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ രൂപം പുറത്തിറക്കാത്ത രൂപമാണ്. ഈ അൾത്താരയിലിരിക്കുന്ന ഈ ചെറിയ രൂപം അതാണ് ശരിയായ രൂപം എന്നാണ് അപ്പച്ചൻ്റെ അമ്മ പറഞ്ഞെനിക്കുള്ള അറിവ്. വർഷങ്ങളായി വിശുദ്ധൻ്റെ രൂപം പുറത്തിറക്കുന്ന 1-ാം തീയതി എനിക്കിവിടെ എത്താൻ സാധിക്കാറുണ്ട്. ഇതുവരെ അതിനൊരു മുടക്കവും വരുത്താൻ ദൈവം സമ്മതിച്ചിട്ടില്ല. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ രൂപം അലങ്കരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. രൂപപര തപ്പി നടക്കായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപം പുറത്തിറക്കുന്നത് രഥത്തിലാണ്. പുണ്യാളുടെ രൂപം രഥത്തിൽ വെച്ചാണ് പുറത്തിറക്കുന്നത്. ഞങ്ങളങ്ങനെ രൂപപരയിൽ എത്തി. പക്ഷേ രൂപപരയുടെ ഉള്ളിൽ കയറാൻ സാധിച്ചില്ല. രൂപപരയിൽ കയറണമെന്നുണ്ടെങ്കിൽ പൂമാല അലങ്കരിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ സാധിച്ചില്ല. ഈ പഴയ പള്ളിയുടെ അൾത്താരയിൽ നിറം കൊടുക്കാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത് പഴയ വസ്തുക്കളാണ് കേട്ടോ. തങ്കഭസ്മം, പച്ചിലകൾ, അതേപോലെ തന്നെ പൂക്കളുടെ ചാറ്, ഇതേപോലുള്ള സാധനങ്ങളാണ് പഴയ പള്ളിയുടെ അൾത്താരയിൽ നിറം കൊടുക്കാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുതിയ പള്ളിയുടെ അടുത്തും ഒന്ന് പോയായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കും. പള്ളിയുടെ അകത്ത് കയറി വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. പള്ളിയുടെ പുറത്തു നിന്നാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ വെറൈറ്റി വീഡിയോകളുമായി ഇനിയും വരാം.